എറണാകുളം നെട്ടൂരിൽ +2 വിദ്യാർത്ഥി തോട്ടിൽ വീണു. മാലിന്യം കളയാൻ പോയപ്പോൾ കാൽ വഴുതി വീഴുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും തെരച്ചിൽ തുടരുകയാണ്. നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, ഈ തോടിന്റെ ഒരു പശ്ചാത്തലം, അതായത് ആഴമുള്ള തോടാണോ, പ്രത്യേകിച്ച് ഇത് മഴക്കാലം ആണല്ലോ, അങ്ങനെ അപകട സാധ്യതയുള്ളതാണോ? നമുക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുമോ? എറണാകുളം നെട്ടൂരിൽ ആണ് +2 വിദ്യാർത്ഥി തോട്ടിൽ വീണത്. മാലിന്യം കളയാൻ എത്തിയപ്പോൾ ആയിരുന്നു ഈ കാൽ വഴുതി തോട്ടിലേക്ക് വീണത്. പോലീസും ഫയർഫോഴ്സും ഈ വിദ്യാർത്ഥിക്ക് വേണ്ടി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഇത് ആഴമുള്ള ഒരു തോടാണോ? എന്താണ് ആ തോടിന്റെ സ്വഭാവം എന്നത് വ്യക്തമാണോ? കാരണം ഇപ്പോൾ മഴക്കാലം ആണ്. ആ മഴക്കാലത്ത് സാധാരണ വെള്ളം കുറവുള്ള തോടാണ് എങ്കിൽ പോലും അവിടെ വെള്ളം കൂടുതൽ എത്താനുള്ള സാധ്യതയൊക്കെയുണ്ട്. മാത്രമല്ല, എപ്പോഴാണ് ഈ അപകടമുണ്ടായത് എന്ന് സംബന്ധിച്ചൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. നവമി, ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അഭിലാഷ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത് ഒരു പുഴയാണ്. പുഴയുടെ തീരത്ത് ഈ കുട്ടി ഫുഡ് വേസ്റ്റ് കളയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ബക്കറ്റുമായി ഇങ്ങോട്ടേക്ക് വന്നത്. ആ സമയത്താണ് ഈ ഫുഡ് വേസ്റ്റ് കളഞ്ഞതിന് ശേഷം ആ പാത്രം കഴുകുന്നതിന് വേണ്ടിയാണ് ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്തായിരുന്നു കാൽ വഴുതി ഈ കുട്ടി പുഴയിലേക്ക് വീണത്. ഉടൻ തന്നെ ഈ കുട്ടിയുടെ മാതാവ് ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഉടൻ തന്നെ മാതാവ് കുട്ടിക്ക് പിന്നാലെ ഇറങ്ങിയെങ്കിലും കുട്ടി പുഴയിലേക്ക് പോവുകയായിരുന്നു. ഇതിനെ തുടർന്ന് നാട്ടുകാരെ വിളിക്കുകയും നാട്ടുകാരെല്ലാം ഓടി എത്തി പരിശോധിച്ചുവെങ്കിലും കുട്ടീനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഫയർഫോഴ്സിനെയും സ്കൂബ ടീമിനെയും വിളിച്ചു വരുത്തി ഇപ്പോഴെന്തായാലും ഈ പുഴയിൽ തിരച്ചിൽ നടത്തുകയാണ്. +1 വിദ്യാർത്ഥിയാണ് ഫിദ. നിലമ്പൂർ സ്വദേശികളാണ്. ഇവിടേക്ക് വന്ന് വാടകയ്ക്ക് താമസമായിട്ട് ഏകദേശം 1.5 മാസമായിട്ടേ ഉള്ളൂ. എന്തായാലും വലിയ ദാരുണമായൊരു സംഭവമാണ്. 3 മക്കളിൽ മൂത്ത കുട്ടിയാണ് ഫിദ. ഇപ്പോൾ +1 പഠിക്കുകയാണ്. ഇവിടെയാണ് സ്ഥിരമായി അവർ ആഹാരം, ഈ ഫുഡ് വേസ്റ്റ് കളയുന്നതിന് വേണ്ടിയിട്ട് ഈ പുഴയിലേക്ക് അരികിലേക്കാണ് ഇവർ സ്ഥിരമായി എത്തുന്നത്. അതുപോലെ ഇന്ന് രാവിലെ 6:30 കൂടിയാണ് കുട്ടി ഇന്നും ഈ പുഴയിലേക്ക് വേസ്റ്റ് കളയുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ സമയത്താണ്, ഈ പാത്രം കഴുകുന്ന സമയത്താണ് കാൽ വഴുതി ഈ പുഴയിലേക്ക് വീഴുന്നത്. നമ്മൾ കാണാം, നല്ല ഒഴുക്കുള്ള ഒരു പുഴ കൂടിയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സ്കൂബ ടീം 6 മണി മുതൽ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഏകദേശം 7:30 മുതൽ ഈ ഒരു തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷെ ഇതുവരേക്കും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഫയർഫോഴ്സ് അടക്കം ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ മാതാപിതാക്കൾ, അമ്മ കാണുകയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് എന്നുള്ളതാണ് അതിദാരുണമായൊരു കാര്യം കൂടി. എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു തിരച്ചിൽ നടത്തിയെങ്കിലും നല്ല ആഴത്തിലുള്ള ഒരു പുഴ ആയതിനാൽ അധികം ആഴത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം. ഇതിനെ തുടർന്നാണ് ഫയർഫോഴ്സിനെയും സ്കൂബ ടീമിനെയും ഒക്കെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവരികയും പിന്നീട് ആ ഒരു രീതിയിലുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ്. എത്രയും വേഗം ആ കുട്ടിയെ കിട്ടട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. നമുക്ക് കാണാം, വഞ്ചിയിലൊക്കെ പോകുന്നവരൊക്കെ ഒരു രീതിയിലൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ തിരച്ചിലൊക്കെ നടത്തുന്നുണ്ട്. ഒരു പുഴയാണ്. ഈ പുഴയിലേക്കാണ് ആഴത്തിലേക്ക് കുട്ടി വീണു പോയിരിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും ഈ സൂചിപ്പിക്കുന്നത് പോലെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒഴുക്കുള്ള ഒരു പുഴയാണ് എന്നാണ്. നവമി, ദൃശ്യങ്ങളിൽ ഇതൊരു വലിയ പുഴ, നമ്മൾ നേരത്തെ തോട് എന്നാണ് കരുതിയിരുന്നത്. അങ്ങനെയല്ല സാഹചര്യം എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. വലിയ പുഴ തന്നെയാണ്. ആ പുഴയിലാണ് കാൽവഴുതി വീണത്. അവിടെ നല്ല ആഴമുള്ള പ്രദേശവും ആണ് എന്ന് വേണമല്ലേ മനസ്സിലാക്കാൻ? അത് തന്നെയാണ്. ഇത് ആഴത്തിലുള്ള ഒരു പുഴ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിരച്ചിൽ അല്പം ദുർഘടമായി നിൽക്കുന്നതും. എങ്കിൽ പോലും സ്കൂബ ടീം വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ആ കുട്ടിയെ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിൽ തിരച്ചിൽ
നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സ്കൂബ ടീമും ഫയർഫോഴ്സും ഒക്കെ ഇവിടെ എത്തി തിരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒഴുക്കുള്ളതിനാൽ എങ്ങോട്ടേക്കായിരിക്കും പോവുക എന്നുള്ളതിലാണ് ഒരു ആശങ്കയായിട്ട് നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ പ്രദേശത്ത് നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് തന്നെ വിശദമായി ചോദിക്കാം. ചേട്ടാ, ഇത് എന്തായിരുന്നു സംഭവം? നല്ല ആഴമുള്ള ഒരു പുഴയായിട്ടാണ്. ആഴം ഇപ്പൊ ഈ അരിയത്ത് എക്കലക്കടിഞ്ഞിരുന്ന ചെളിയാണ്. നമ്മൾ ഇറങ്ങിയാൽ ചെളി താങ്ങും, അരപ്പൊക്കം വെള്ളമുള്ളു. ചെളി താങ്ങും, അരപ്പൊക്കം വെള്ളമുള്ളു. ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല. കൊച്ചെന്തെങ്കിലും കമ്മന്നടിച്ച് വന്നിട്ടുണ്ടാവും. കാല് കുത്താൻ പേടിച്ച് ഫ്രണ്ടോട്ട് പോയിട്ടുണ്ടാവും. അടിവലിപ്പും ഒഴുക്കുമേളിൽ ഒഴുക്ക് ഉള്ളതാണ് ഇപ്പോഴൊക്കെ. ഇതെപ്പോഴായിരുന്നു 6:30 മണി 6:30 കേട്ടുണ്ടാവും. സമയം ഓർക്കാറില്ല. ഒച്ച സൗണ്ട് കേട്ടാണ് വന്ന് വെള്ളത്തിൽ ചാടിയത്. അപ്പോൾ വാപ്പ വെള്ളത്തിലുണ്ട്. ഇവിടെ അങ്ങാട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുതിയ അവിടം വരെ ഞാൻ ഒരു 200 മീറ്ററോളം നോക്കി. കാണാണ്ട് ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. കുട്ടിയുടെ മാതാവ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഒച്ച എടുത്ത് കേട്ട് വെള്ളത്തിൽ പോയെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും നോക്കില്ല, വെള്ളത്തിൽ ചാടി ചെയ്ത്. എന്താ സംഭവം എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. കുറെ ദൂരം നോക്കി കണ്ടില്ല. പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. ഇത് ആഴമുള്ള ഒരു ആഴം എന്ന് വെച്ചാ ഒഴുക്കുണ്ട്. കാരണം വേമ്പനാട്ടിന്റെ കൈവഴിയാണ്. ഒഴുക്കും വെയിലേറ്റവും ഉള്ളതുകൊണ്ട് നല്ല ഒഴുക്കുണ്ടാവും. വലിവനുസരിച്ച് ചിലപ്പോൾ ഒലിവുണ്ടാവും. അഭിലാഷ്, അത് തന്നെയാണ്. ഈ നല്ല ഒഴുക്കുള്ള ഒരു പുഴ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരച്ചിൽ അല്പം ദുർഘടമായി നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അതായത് നവമി, ഇതൊരു കായലാണ് എന്നാണല്ലേ, വേമ്പനാട് കായൽ എന്ന നിലയിലല്ലേ ആ പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ചെളിയായിരിക്കാമല്ലേ അപകടത്തിന്റെ ഈ കാരണം എന്ന് വേണമല്ലേ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആ പ്രദേശവാസി പറഞ്ഞത് അവിടെ ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ടാകാം. ഈ സൂചിപ്പിക്കുന്ന പോലെ സാധാരണ അതിലേക്ക് ഇറങ്ങിയാൽ മുങ്ങിപ്പോകേണ്ടതല്ല. ഈ കുട്ടിയുടെ ഒരു ഉയരമോ അല്ലെങ്കിൽ ശാരീരിക ഘടനയോ ഒന്നും നമുക്കും അറിയില്ല. അവർ അവിടെ എത്തി തെരച്ചിൽ നടത്തിയിട്ട് സാധാരണ നിലയിൽ പ്രദേശവാസികൾ നടത്തുന്ന ഒരു തെരച്ചിൽ കണ്ടെത്തേണ്ടതാണ്. എന്തായിരിക്കാൻ കാരണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അഭിലാഷ്, അതാണ് ഇപ്പോഴും നമുക്ക് വ്യക്തമാകാത്തത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം, ഈ ചെളി പൂണ്ട് നിൽക്കുന്നുണ്ട്. ഈ ചെളിയിൽ ഇറങ്ങിയാണ് ഈ കുട്ടി ഇത്തരത്തിൽ പാത്രം കഴുകുന്നതിന് പുഴയുടെ കുറച്ച് അകത്തേക്ക് കടന്നത്. പക്ഷെ അവിടെ ചെളിയിൽ പൂണ്ട് പോയതാണോ അതോ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. ആ കുട്ടിയുടെ ഒരു എങ്ങനെയാണ് അത് വീഴുന്നതാണോ അത് കാല് ചെളിയിലേക്ക് പൂണ്ടി പിന്നീട് അത് വീണു പോകുന്നതാണോ എന്നുള്ളൊരു നിഗമനത്തിലാണ് നാട്ടുകാരും എത്തി നിൽക്കുന്നത്. വേമ്പനാട്ട് കായലിന്റെ കൈവഴി കൂടിയാണ് ഈ ഒരു പുഴ ഒഴുകുന്നത്. നമുക്ക് നല്ല ദൃശ്യങ്ങൾ കാണാം. നല്ല ഒഴുക്കുള്ള അടിയൊഴുക്കുള്ള ഒരു പുഴ കൂടിയാണ്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഈ പ്രാഥമിക ഒരു ഘട്ടത്തിൽ തന്നെ ഈ നാട്ടുകാരൊരു ഇവിടെ ഇറങ്ങി ഒരു തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടീനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ഫയർഫോഴ്സിനെയും സ്കൂബ ടീമിനെയും ഒക്കെ വിവരം അറിയിക്കുകയും അവരും വന്ന് തിരച്ചിൽ നടത്തുന്നത്. അവരും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവരും ഒരു ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. പക്ഷേ എവിടെയാണ് ഇത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിയെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശങ്കയായി ഇപ്പോഴും തുടരുന്നത്. എന്തായാലും എത്രയും വേഗം കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. +1 വിദ്യാർത്ഥിയാണ് ഫിദ. 1.5 മാസമായതേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് താമസം മാറിയിട്ട്. എന്നും രാവിലെ ഇവിടെയാണ് ഇവർ ഈ പ്രദേശത്ത് താമസിക്കുന്നവർ ഇവിടെയാണ് പാത്രം കഴുകുന്നതിനും മറ്റുമൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇന്നും കുട്ടി ആഹാരം വേസ്റ്റ് കളഞ്ഞതിന് ശേഷം പാത്രം കഴുകുന്നതിന് വേണ്ടിയിട്ട് ഈ പുഴയിലേക്ക് ഇറങ്ങി ചെന്നതായിരുന്നു. ഇത് നമുക്ക് തോന്നുന്നത് ഈ പുഴയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ചെളി അടിഞ്ഞുകൂടി നിൽക്കുന്നുണ്ട്, അതിലേക്ക് കാല് വഴുതി കുട്ടി പുഴയിലേക്ക് വീണതാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് നാട്ടുകാരും ഒക്കെ എത്തി നിൽക്കുന്നത്. എന്തായാലും പരിശോധന ഇപ്പോഴും തുടരുകയാണ്, തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എത്രയും വേഗം കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ്, ഒപ്പം നവമി തന്നെ നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് എനിക്ക് തോന്നുന്നു അവിടേക്ക് താമസം മാറി വന്ന ഒരാൾ അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന് എന്നാണ് നവമി പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശവാസികൾക്ക് ഇവരെ സംബന്ധിച്ച് കൃത്യമായി അറിയില്ല എന്ന് തോന്നുന്നു, അല്ലേ? അതെ അഭിലാഷ്, നിലമ്പൂർ സ്വദേശികളാണ്. 1.5 മാസമായതേ ഉള്ളൂ ഇവിടേക്ക് താമസം മാറിയിട്ട്. 3 കുട്ടികളിൽ മൂത്ത ആളാണ് ഫിദ. ഈ ഒരു പുഴയെക്കുറിച്ചുള്ള ഈ കുട്ടിയെ സംബന്ധിച്ച് ഈ പുഴയെക്കുറിച്ചുള്ള വലിയൊരു ധാരണയൊന്നും ഇല്ലാത്തതായിരിക്കും. ഇങ്ങനെ അവര് വന്നിട്ട് 2 മാസത്തിന്റെ അടുത്ത ഇവിടെ പണയത്തിന് താമസിക്കാൻ തുടങ്ങി വന്നിട്ട് ഇവിടെ വന്നു. അപ്പൊ ഇവർക്ക് ഈ സാധാരണ അമ്മയാണ് കൊണ്ടൊന്ന് കളയാറുള്ളത്. എല്ലാ ദിവസവും ഞാൻ മിക്ക ദിവസവും കാണുന്നതാണ്.
പിന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടിയെ കൊണ്ടുവന്നു. ഇന്ന് ആ കൊച്ചാവ് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ കാണാതെ ഇപ്പോൾ ഉമ്മ പറയുമെന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് ഈ പുഴയെ കുറിച്ച് വലിയ അല്ലാതെ അതിന്റെ ഒരു ആഴത്തെ കുറിച്ചൊന്നും അറിയാത്ത ആഴത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ പരിസരത്ത് വന്നിട്ട് അതെന്തോ നാളുകളായില്ലല്ലോ. അപ്പൊ അത് ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരും. ഇങ്ങോട്ട് വരവൊക്കെ ഒന്നും കുറവാണ്. അഭിലാഷ്, അത് തന്നെയാണ് ഈ കുട്ടിക്ക് ഈ പുഴയുടെ ഒരു ആഴത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വലിയ പരിചയമില്ലാത്തതായിരിക്കും ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് വീണത് എന്നുള്ള കാര്യമാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒരു കുട്ടി ഇങ്ങനെ പോയി എന്ന് നവമി കേൾക്കാമെങ്കിൽ, അതായത് ഈ പ്രദേശവാസികൾ പറയുന്നുണ്ട് അവിടെ സാധാരണ നിലയിൽ ഇങ്ങനെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇടാറുണ്ട് എന്ന്. ഇത് ആരും ഒരു ദൃക്സാക്ഷി എന്ന് പറയാനില്ല അല്ലേ? അതായത് കുട്ടിയുടെ കുടുംബമാണോ ഇങ്ങനെ പെട്ടുപോയി അല്ലെങ്കിൽ കൊച്ചു തിരിച്ചു വന്നില്ല എന്ന് പറയുന്നത്? അതെ അഭിലാഷ്, കുട്ടിയുടെ അമ്മയും ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അമ്മയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാരെല്ലാവരും ഇവിടേക്ക് ഓടിക്കൂടുകയും അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു പരിശോധനയും തിരച്ചിലും ഒക്കെ നടത്തിയത്. കുട്ടിയുടെ അമ്മയാണ് ഈ വിവരം നാട്ടുകാരെ അറിയിക്കുന്നത്. അമ്മ ആദ്യം പോയി ഒച്ചെടുത്ത് വാപ്പാനെ വിളിച്ചിട്ടുണ്ടെന്ന്. വാപ്പാക്ക് നീന്തൽ അറിയാൻ പാടുള്ളൂ. വാപ്പ കുറെ ഇറങ്ങിയപ്പോഴാണ് എന്റെ അമ്മ വന്ന് ചാടുന്നത്. അവനെന്താ സംഭവം എന്നറിയാൻ പാടില്ല. വാപ്പ വെള്ളത്തിൽ കിടന്ന് നീന്തലുണ്ട്. അപ്പൊ അവൻ വന്ന് ചാടി. അവനും കുറെ ദൂരം വരെ പോയി. വെള്ളത്തിന്റെ വലിവുകൊണ്ട് അവനും നിൽക്കാൻ പറ്റില്ല, വാപ്പാക്ക് നിൽക്കാൻ പറ്റില്ല. വെള്ളം അതുപോലെയുള്ള വലിവായിരുന്നു. അപ്പൊ ഇവിടെ എങ്ങും തപ്പിയിട്ട് കാര്യമില്ല. നമ്മളുടെ ഈ പാലക്കാലുണ്ടല്ലോ, ഈ കുമ്പളം പാലത്തിന്റെ പടിഞ്ഞാറുന്ന രണ്ടാമത്തെ കാലി, ആ സൈഡിലോട്ടെ വെള്ളം തോട്ടിൽ നിന്നുള്ള വെള്ളം തള്ളു വരുന്നതും ഇതിന്റെ വലിവ് തന്നെ ആ ഭാഗത്തെ വരുള്ളൂ. അതല്ലെങ്കിൽ അവിടെ കിട്ടിയില്ലെങ്കിൽ നേരെ റെയിൽവേ പാലത്തിന്റെ മൂല ആ ഭാഗം എവിടെയെങ്കിലും തപ്പിയല്ലോ. അല്ലാതെ ഈ ഇത്രയും ഭാഗം ഇട്ട് അവിടത്ത് കിടന്ന് ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെയൊക്കെ വെള്ളം വലിവ് നിൽക്കില്ല. ഫയർഫോഴ്സായിരിക്കും, അവർക്ക് പോലും നിൽക്കാൻ പറ്റണല്ലോ അവിടെ, അത്രയും വലിവാണ്. അപ്പം ഈ രണ്ട് ഭാഗം കേന്ദ്രീകരിച്ച് എന്തെങ്കിലും തരത്തിൽ നടത്തിയെങ്കിൽ കിട്ടും ഇപ്പം. അല്ലെങ്കിൽ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കടലിലോട്ടാണ് പോണത് വെള്ളം. പുഴയുടെ ഒഴുക്ക് ആ ഒരു രീതിയിലാണ്. ഈ റെയിൽവേ പാലം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിന്നെ കടലിൻ്റെ ആ ഭാഗത്തോട്ട് അഴിമുഖത്തോട്ട് പോകണം വെള്ളം. രാവിലെ തിരിഞ്ഞു പോകും. നിങ്ങൾ ഇവിടെ ഒരുപാട് വർഷങ്ങളായി താമസിക്കുന്നു? ഞാനും ഇവിടെ സ്ഥിര താമസക്കാരനാണ്. എന്റെ വീട് ആ വീടിന്റെ തൊട്ട് കിഴക്കേ വീടാണ്. അഭിലാഷ്, ഇവർ സ്ഥിര താമസക്കാരാണ്. ഈ പുഴയെ കുറിച്ച് നല്ല രീതിയിൽ അറിയാവുന്ന, എല്ലാ ദിവസവും ഇവിടെ വരുന്ന ആളാണ്. എനിക്കൊരു പോത്തുണ്ട്. പോത്തിനെ കുളിപ്പിക്കാനായിട്ട് ഞാൻ തെങ്ങ കെട്ടിയിട്ടാണ്. എനിക്കറിയാം ഇവിടുത്തെ വഞ്ചി കൊണ്ടുവന്ന് കയറ്റാൻ വന്നാൽ ആരെങ്കിലും വന്നാലും കയറ്റാൻ പറ്റില്ല. ഞാൻ ആ സഹായിച്ചൊക്കെ കൊടുക്കണം. അതുപോലെ അവിടം വരെ കുറുക്ക ചെളിയാണ്. എനിക്ക് ഈ ചെളി അടഞ്ഞ് ഈ നേരത്തെ ബോട്ടുണ്ടായിരുന്നപ്പോ ഒരു ചെളിയില്ല. ഞങ്ങൾ ഇവിടെ കുളിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇപ്പൊ ബോട്ട് ഓട്ടം നിർത്തുന്നതോടി ചെളി ഇറങ്ങാറ് വല പോലും ഇറങ്ങാനായിട്ട് നിൽക്കില്ല അവര്. അത്രയും ചെളിയാണ്. ഇത്രയും നാന്നു പോകും. അഭിലാഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവർ തന്നെ പറയുന്നത് ഈ ചെളിയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. കാരണം അത്രയേറെ, ഏകദേശം പകുതി ഭാഗത്തോളം മുങ്ങിപ്പോകുന്ന അത്ര വലിയ ചെളിയാണ്. ഈ കുട്ടിക്ക് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ വലിയൊരു അപകടം സംഭവിച്ചതെന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ഒപ്പം നല്ല ഒഴുക്കുള്ള നല്ല ഒഴുക്കുള്ള ഒരു പ്രദേശമാണ്. നല്ല ഒഴുക്കുള്ള ഇത് തന്നെയാണ്. അതുകൊണ്ട് ഫയർഫോഴ്സിനെ അല്ലെങ്കിൽ സ്കൂബ ഡൈവേഴ്സിനെ സംബന്ധിച്ച് അല്പം ഒരു പ്രതിസന്ധിയും ഉണ്ട്. കാരണം അധികം ആഴത്തിലേക്ക് ഇവർക്ക് തിരച്ചിലിനായി പോകാനും കഴിയുന്നില്ല. അത്രയ്ക്ക് ഒഴുക്കുള്ള ഒരു പുഴ കൂടിയാണ്. എന്തായാലും എത്രയും വേഗം ആ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് ഇവിടേക്ക് അധികം ആരും ഇറങ്ങാറില്ല, ആളുകൾ ഇറങ്ങാറില്ല. കാരണം അത്രയേറെ ചെളിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒഴുക്ക് അത്രയേറെ ഉണ്ടെന്ന് ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. ഇവർ പുതിയ താമസക്കാരാണ്. ഈ പുഴയെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ പറ്റിയോ വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ഒരു അബദ്ധത്തിൽ ഇതിലേക്ക് ഇറങ്ങുകയും ഈ ചെളിയിലേക്ക് അബദ്ധവശാൽ വീഴുകയും പിന്നീട് ഒഴുകി പോകാനാണ് സാധ്യത എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. ഈ കുട്ടിയുടെ മാതാവാണ് ഈ സംഭവം ആദ്യം കാണുന്നത്. മാതാവാണ്, ഈ കുട്ടിയുടെ വീടും ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. മാതാവ് അച്ഛനെയും പിന്നീട് നാട്ടുകാരെയും വിളിച്ചുകൂട്ടി നമ്മൾ നേരത്തെ നമ്മളോട് പ്രതികരിച്ച വ്യക്തിയും ഇവിടേക്ക് ആദ്യഘട്ടമെന്ന്
എന്നോണം ഒരു തിരച്ചിൽ നടത്തി. പക്ഷേ നല്ല ആഴമുള്ളതിനാൽ അദ്ദേഹത്തിനും ഉള്ളിലേക്ക് പോകാൻ പറ്റിയില്ല. പിന്നീടാണ് ഫയർഫോഴ്സിനെയും സ്കൂബ ഡൈവേഴ്സിനെയും ഒക്കെ വിവരം അറിയിക്കുകയും അവരെത്തി ഇപ്പോൾ പരിശോധന തിരച്ചിൽ തുടരുകയാണ്. കുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും ചെറിയ ഒരു ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പെൺകുട്ടിയെ എത്രയും വേഗം കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഈ പോലീസും ഫയർഫോഴ്സും അടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പുഴയുടെ ഒരു ഘടന അല്ലെങ്കിൽ ഇതിന്റെ ഒരു കുത്തൊഴുക്ക് അതാണ് ഇപ്പോഴുള്ള തിരച്ചിലിന് ഒരു പ്രതികൂലമായി നിൽക്കുന്നത്. ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് പുഴയെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ പറ്റിയോ അറിയാത്തത് തന്നെയാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് കുട്ടിയെ തള്ളിവിട്ടതെന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. അഭിലാഷ്, നവമി സൂചിപ്പിക്കുന്ന പോലെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. നെട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ തരത്തിൽ, അതായത് കായലിന്റെ സ്വഭാവമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പക്ഷേ അടിയൊഴുക്ക് ശക്തമായാണ് ഈ ഏരിയയിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ പുറമേ ശാന്തം എന്നാണ് മനസ്സിലാക്കുക. പക്ഷേ ഇവിടെയൊക്കെ അടിയൊഴുക്ക് ശക്തമായിട്ടുള്ള പ്രദേശം എന്നാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. എങ്ങനെയാണ് ഈ കുട്ടിക്ക് അപകടം സംഭവിച്ചത് എന്നത് ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സംശയമുണ്ടാകാം. കാരണം ഈ തീരപ്രദേശത്ത് അധികവും ചെളി അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അകത്തേക്ക് അത് ആ അകത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഒഴുക്കിനുള്ള സാധ്യത എന്നൊക്കെ പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടി അപകടത്തിൽപ്പെട്ടത്? ചെളിയിൽ പൂണ്ടുപോയതാണ് ആണോ, അല്ലെങ്കിൽ കുട്ടി പെട്ടെന്ന് പരിഭ്രമിച്ചതാണോ, പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കൂടുതൽ ആഴത്തിലേക്ക് പോയതാണോ എന്നൊന്നും വ്യക്തതയില്ല. കുട്ടിയെ മിസ്സിംഗ് ആണ് എന്ന കാര്യം രക്ഷിതാക്കൾ ആണ് അറിയിച്ചത്. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ആദ്യം തന്നെ ഈ രക്ഷിതാക്കളാണ് തെരച്ചിൽ നടത്തിയത് എന്നാണ് പറയുന്നത്. പ്രദേശവാസികളുടെ പ്രതികരണം തേടിയപ്പോൾ നവമിയോട് ചിലർ പറഞ്ഞത് അവർ പ്രദേശത്ത് പരിശോധന നടത്തിയിട്ട് കുട്ടിയെ കാണുന്നില്ല എന്നാണ്. മറ്റു ചിലരുടെ പ്രതികരണം അനുസരിച്ച് കുറച്ചുകൂടി താഴെ ഭാഗത്ത് പരിശോധിക്കണം എന്നതാണ്. എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല, അല്ലേ നവമി? റൈറ്റ്. എന്തായാലും നവമി നെട്ടൂരിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാർത്താരംഭത്തിൽ നമുക്ക് ആദ്യമേ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോഴും ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. സ്കൂബ ഡൈവിംഗ് സംഘമൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ അവർക്കും ഈ അടിയൊഴുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ്. പ്രദേശവാസികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നെത്തിയ കുടുംബം എന്താണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ അത്ര പരിചയമുള്ളവരല്ല. ഏതാണ്ട് 2 മാസമേ ആയിട്ടുള്ളൂ ഇവിടേക്ക് താമസം മാറിയിട്ട് എന്നാണ് പറയുന്നത്. ഒരു കുടുംബത്തിലെ മൂത്ത കുട്ടിയാണ്, +2 വിദ്യാർത്ഥിയാണ്. ഫിദ എന്നാണ് കുട്ടിയുടെ പേര് എന്നതാണ് ഈ പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം.